മർമ്മ കഷായം കഴിക്കുന്നത് കേട്ടോ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്നലത്തെ എൻ്റെ വേദുകുളിയുടെ വേദുവെള്ളം ഉണ്ടാക്കുന്ന വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇത് കാര്യമാക്കണ്ട, ഇത് ഒരുവിധം എല്ലാ സമയത്തും ഈ മുറളച്ചതാണ്, അപ്പോൾ അത് കാര്യമാക്കണ്ട. അപ്പം വേദുവെള്ളം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഓടിപ്പോയിട്ട് വരണം കേട്ടോ. എന്നിട്ട് ഈ വീഡിയോ കാണണം. അപ്പോൾ ഇനി പ്രസവാനന്തര ചികിത്സയിൽ ഫസ്റ്റ് നമ്മൾ കഴിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷായം. അതായത് ഫസ്റ്റ് കഴിച്ചിരിക്കേണ്ട കഷായത്തിൻ്റെ പേരാണ് മർമ്മ കഷായം. അതെന്തിനാണ് കഴിക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ മർമ്മ കഷായം കഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഒടിവോ ചതവോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കോ നമുക്ക് പുറത്ത് പെർഫെക്റ്റ്ലി ഓക്കെ ആണെങ്കിലും ഉള്ളിൽ നമുക്ക് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ളിൽ ചിലപ്പോൾ പല പ്രശ്നങ്ങളും ഒരു പ്രസവം കഴിയുമ്പോൾ അതിൻ്റെ സ്ട്രെയിൻ എടുക്കുമ്പോൾ നമുക്കുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ചതവോ നീർക്കെട്ടോ വീക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഈ മർമ്മ കഷായം കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ആയിട്ട് ഒന്നുമില്ല. കറക്റ്റ് പറഞ്ഞ അളവിൽ കഴിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. 15 മില്ലിയിൽ 30 മില്ലി വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. 2 നേരം കഴിക്കണം, ഭക്ഷണത്തിന് മുമ്പേണ് കഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മർമ്മ കഷായം കഴിക്കുന്നത് കൊണ്ടുള്ള നമുക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ. അപ്പം ഇതാണ് കേട്ടോ ഈ മർമ്മ കഷായം എന്ന് പറഞ്ഞ സംഭവം. നാഡീ കഷായം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് 200 ml ഒരു കുപ്പിയാണ് കേട്ടോ. ഇതിൽ 15 ml കഷായത്തിന് 50 ml തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ 30 എന്നാണ് നേരത്തെ പറഞ്ഞത്, തെറ്റി പറഞ്ഞതാണ് ഗായ്സ്, ക്ഷമിക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അളവ് ഗ്ലാസ്. അപ്പോൾ ഇതിൽ കുടിക്കണ എൻ്റെ എക്സ്പ്രഷനാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ല, വലിയ ടേസ്റ്റൊന്നുമില്ല ഈ സാധനം. എങ്ങനെയാണ് കുടിച്ച് തീർക്കണമെന്ന് വേദാപരാന് മാത്രമേ അറിയുള്ളൂ കേട്ടോ. നമുക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് ആലോചിച്ചിട്ട് കുടിക്കണം കേട്ടോ. ഭാഗ്യത്തിന് കുപ്പി മുഴുവൻ ഞാൻ കുടിച്ച് തീർത്തിരിക്കുന്നു. ഇത് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് കഴിക്കണ്ട കേട്ടോ. ഒരു ടേസ്റ്റും ഉണ്ടായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.